മാറ്റങ്ങൾ വരുന്നു എന്ന് എല്ലാവരും സംസാരിക്കുന്നു. എന്നിപ്പോ നമ്മളെ സ്കൂൾ സംവിധാനങ്ങൾ എടുത്തു നോക്കിയാല് ഇപ്പൊ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ കുട്ടി പഠിക്കുന്നത് എന്താണ്? പഴയ സിലബസ് തന്നെയാണ്. അവിടുത്തെ അധ്യാപകരും പഴയ കാര്യങ്ങളൊക്കെ തന്നെ പഠിപ്പിക്കുന്നത്. അവിടെ ഒന്നും വലിയൊരു ചേഞ്ച് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ കാലത്തെ ഒന്ന് ഡീകോഡ് ചെയ്ത് ഫസ്റ്റ് നോക്കണമായിരിക്കും. എന്താണ് ഈ പറഞ്ഞിരുന്നത് ഈ കാലത്തെ വൂക്ക വേൾഡ് അല്ലെ? വൂക്ക വേൾഡ് എന്നല്ല പറയുന്നത്, VUCA പറയുന്നൊക്കെ. ഇതിപ്പോ എന്താ പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ഇന്ന മാസത്തില് ഇന്നതാണ് സംഭവിക്കുക, അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും ഇന്ന നാളാണ്. എന്തല്ല നമ്മുടെ സ്കൂൾ സംവിധാനത്തിലോ മറ്റോ എന്തല്ല അത് ഫീൽ ചെയ്യുന്നില്ല. അവിടെ പ്രത്യേകിച്ചൊരു മാറ്റം സംഭവിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ഈ സിസ്റ്റം റൺ ചെയ്യുന്ന ആൾക്കാർ തന്നെ അത് പറഞ്ഞ ഇൻകോംപ്രഹെൻസിബിൾ ആണ്. അവരത് മനസ്സിലാക്കിക്കൊണ്ട് അവരത് ആദ്യം ഒന്ന് ഇതെന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് എന്നുള്ള, അപ്പൊ അത് സംഭവിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ കുട്ടികളെ എന്തിലേക്കാണ് നമ്മൾ തയ്യാറാക്കണം, അല്ലെങ്കിൽ എന്തിലേക്കോ പഠിപ്പിക്കുന്ന സ്കില്ലുകൾ, ഈ സ്കില്ലുകൾ ആ കുട്ടികൾക്ക് ആവശ്യമുണ്ടോ? എക്സ്പോഷർ ഇപ്പൊ ഈവൻ ടീച്ചേഴ്സിനാണെങ്കിൽ പോലും അവർ പറയുന്നത് നമുക്ക് പോർഷൻ തന്നെ പഠിപ്പിച്ച് തീരാൻ പറ്റുന്നില്ല, പിന്നെ അല്ലേ ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഇപ്പോഴത്തെ കാലത്ത് ശരിക്ക് AI എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ആയിട്ട്, ഒരു കോർ സബ്ജക്റ്റ് ആയിട്ട് വരേണ്ട ഒരു സംഗതിയാണ്. പക്ഷെ ഉള്ള സിലബസ് തീർക്കാൻ സമയമില്ല. അതിന്റെ ഇടയിലാണോ ഇത് എന്നാണ് ചോദിക്കുക. സൊസൈറ്റി ലാഗ് എന്ന് പറയുന്ന സംഗതി, അതായത് കുട്ടികൾ ടെക്നോളജിയും അതിന്റെ സ്പീഡും കാണുന്നു, ഇതിന്റെ ഒരു ലാഗും കാണുന്നു. അപ്പോൾ രണ്ടും തമ്മിൽ ഒരു മിസ്മാച്ച് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പഠിപ്പിക്കുന്ന രീതിയാണെങ്കിലും ബുക്കാണെങ്കിലും ക്ലാസ് റൂം ഒക്കെ ആണെങ്കിലും ഒരു കളർലെസ് വേൾഡിലേക്ക്. അപ്പൊ കുട്ടികൾക്ക് അവിടെ ഇരിക്കാൻ മടി, അത് കാണാൻ അതിലും രസമായിട്ടുള്ള സാധനങ്ങളാണ് ഇവർ ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്നത്. പാരന്റ്സും അതുപോലെ ടീച്ചേഴ്സും ഒക്കെ അത്ര അപ്ഡേറ്റ് അല്ല എങ്കിൽ സ്വാഭാവികമായിട്ട് അത് കുട്ടികളെ ബാധിക്കൂലേ? കാരണം അല്ലെങ്കിൽ പേരന്റ്സ് നമ്മൾ അറിയണം ഇന്ന ഡിവൈസ് അല്ലെങ്കിൽ ഇന്ന ടൂൾ ഉണ്ട്, ഈ ടൂളിനെ നമുക്ക് ഇങ്ങനെ എത്തിക്കണം. ഏതുപോലെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ചക്രം കണ്ടുപിടിച്ചു, ചക്രം കണ്ടുപിടിച്ച ആ ചക്രത്തെ കുറിച്ച് പഠിക്കാത്ത ആളുകൾ എന്താണ് സാധനം വലിച്ച് കുന്തിക്കൊണ്ട് പോവുകയാണ്. അപ്പൊ എന്താ, അവർക്ക് ചക്രത്തെ കുറിച്ച് പഠിക്കാൻ സമയമില്ല. അപ്പോ എനിക്ക് അതിനെ കുറിച്ച് പഠിക്കാനോ ആ സംഗതി അറിയാനോ സമയമില്ല എന്നും പറഞ്ഞിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ ചക്രം ഉണ്ടെങ്കിൽ ഇയാൾക്ക് എത്രയോ സ്പീഡിൽ ഈ സാധനം എന്ത് ചെയ്യാൻ പറ്റും, കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ്. നമ്മള് സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ കുറെ AI വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട്. വളരെ വളരെ രസകരമായ വീഡിയോസ് ഒക്കെ കാണുന്നു. അപ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ ലോകത്ത് സംഭവിക്കുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ ഇത് എല്ലാവർക്കും തോന്നുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, മൊത്തത്തിൽ നാട്ടിൽ മൊത്തം എല്ലാവർക്കും ഇതിങ്ങനെ ഒരു മാറുന്ന ഒരു ഫീൽ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. ഇപ്പം നമ്മളിങ്ങനെ മാറ്റങ്ങൾ വരുന്നു എന്ന് എല്ലാവരും സംസാരിക്കുന്നു. എന്നിപ്പോ നമ്മളെ സ്കൂൾ സംവിധാനങ്ങൾ എടുത്തു നോക്കിയാൽ ഇപ്പൊ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ കുട്ടി പഠിക്കുന്നത് എന്താണ്? പഴയ സിലബസ് തന്നെയാണ്. അവിടുത്തെ അധ്യാപകരും പഴയ കാര്യങ്ങളൊക്കെ തന്നെ പഠിപ്പിക്കുന്നത്. അവിടെ ഒന്നും വലിയൊരു ചേഞ്ച് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനൊരു അപ്പോൾ പേരൻസും കുറച്ചൊക്കെ ഇതിനെ കുറിച്ചിട്ട് അവെയർ ആയ ആൾക്കാർ, പേരൻസ് ഒക്കെ എന്ത് ചെയ്യുന്നത്, അല്ല ഇത് ഈ കുട്ടി പഠിക്കുന്ന കാര്യങ്ങളൊക്കെ അത് വരും കാലങ്ങളിൽ റെലവെന്റ് ആണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലും അങ്ങനെ പല പല രീതിയിൽ കൺഫ്യൂസിങ് ആയ ഒരു കാലത്തൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുക എന്നാണ് നമ്മൾ ഒന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതേക്കുറിച്ച് പറഞ്ഞു തുടങ്ങി നോക്കിയാലോ. അതായത് എന്താണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഈ മാറ്റങ്ങൾ. അപ്പോൾ ഈ മാറ്റങ്ങൾ എങ്ങനെയാണ് നമ്മുടെ കുട്ടികളെ എഫക്റ്റ് ചെയ്യുക, അത് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൃത്യമായിട്ട് അത് മനസ്സിലാക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അല്ലെ? അപ്പൊ നമ്മള് കൂടുതലായിട്ടും അപ്പൊ ഈ കാലത്തെ നമ്മളൊന്നുകൂടെ എന്താണ് ഈ കാലം എന്നുള്ളൊരു സംഗതി. എന്താണ് ഇപ്പൊ നമ്മൾ പറയുന്നുണ്ട് എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട്, എന്തൊക്കെയോ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെ, ടെൻഷനുകളോ ആങ്സൈറ്റി എന്തൊക്കെയോ എല്ലാവർക്കും ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കാലത്തെ ചിലർക്ക് കൺഫ്യൂഷൻ ആണ്, ഇത് എങ്ങോട്ടാണ് ഈ കാലം പോകുന്നത്, എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഇപ്പൊ നമ്മള് മക്കളെ ആലോചിക്കുന്നതിന്റെ അപ്പുറം നാളെ എന്റെ ജോലി ഉണ്ടാകുമോ എന്ന് പേരൻസ് സംശയിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ എനിക്ക് തോന്നുന്നപ്പോ നമ്മൾ ഈ കാലത്തെ ഒന്ന് ഡീകോഡ് ചെയ്ത് ഫസ്റ്റ് നോക്കണമായിരിക്കും. എന്താണ് ഈ കാലം എന്നുള്ളത്? പൊതുവെ കുറച്ചു മുമ്പൊക്കെ പറഞ്ഞിരുന്നു ഈ കാലത്തെ വൂക്ക വേൾഡ് അല്ലെ, വൂക്ക വേൾഡ് എന്നല്ല പറയുന്നത്, VUCA വൂക്ക വേൾഡ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോ വൂക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളട്ടൈൽ അല്ലെ, വോളട്ടൈൽ ആയിട്ട്, അതായത് ഈ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ചേഞ്ച് ആവുന്ന ഒരു കാലം. വളരെ പെട്ടെന്നാണ് ഓരോ സംഗതികളും മാറ്റങ്ങൾ ഉണ്ടാവുന്നത്. അൺസർട്ടൈൻ അല്ലെ, പ്രത്യേകിച്ച് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല എന്താണ് വരാൻ പോകുന്നത് എന്ന്. പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സംഗതിയാണ് അൺസർട്ടൈൻ എന്ന് പറയുന്നത്.
കോംപ്ലക്സ് അല്ലെ, ഭയങ്കര പിന്നെ കോംപ്ലക്സ് ആയ ഒരു കാലമാണ്. എന്തൊക്കെയാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ അതിലൊരു കൃത്യത ഇല്ലാത്തൊരു കാലം. അതുകൊണ്ടാണ് VUC പിന്നെ ആംബിഗസ് അല്ലെ, പിന്നെ അത് പിന്നെ അൺക്ലിയർ ആണ്. അത്രയും പിന്നെ എന്താണ് ഇനി വരാൻ പോകുന്ന കാലം, അല്ലെങ്കിൽ AI റവല്യൂഷൻ ഒക്കെ വരുമ്പോ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അത്ര ക്ലിയർ അല്ല. അതുകൊണ്ടാണ് നമ്മൾ മുമ്പ് വൂക്ക വേൾഡ് എന്ന് പറയുന്നത്. ഈ വൂക്ക വേൾഡ് എന്ന് പറഞ്ഞിരുന്നത് പക്ഷേ ശരിക്കും എന്താണ് 2015 to 2020 അല്ലെ. അതിന് ശേഷമുള്ള കാലത്ത് നമ്മള് ബാനിയേജ് എന്നുള്ളതാണ് പറയാം. ബാനിയേജ് ഒന്ന് വിശദീകരിച്ചു. ബാനിയേജും ഇതേപോലെ തന്നെ ഓരോ വേർഡും ഓരോ കാര്യത്തിലാണ് സ്റ്റാൻഡ് ചെയ്യുന്നത്. അപ്പോൾ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടിൽ എന്നുള്ളത്. അതായത് നമ്മുടെ വേൾഡ് എന്ന് വെച്ചാൽ ഭയങ്കര ഫ്രജൈലാണ്. അതായത് അതിപ്പോ നമ്മുടെ ഒരു സിസ്റ്റം എടുത്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാലും പെട്ടെന്ന് എന്താ പറയാ, അതായത് ഒരു ഓവർനൈറ്റില് വലിയൊരു പിന്നെ തകരാം, വലിയ വലിയ കമ്പനികളൊക്കെ തകരാം, സെലിബ്രിറ്റീസ് ആവാം, അങ്ങനെ എന്തും വളരെ ഫ്രജൈൽ ആയിട്ടുള്ള എന്തും എപ്പോഴും സംഭവിക്കാവുന്ന ഒരു കാലമാണ്. അത് നമ്മുടെ ടെക്നിക്കൽ സൈഡ് മാത്രമല്ല, നമുക്ക് എന്തും പറയാം. ഇപ്പൊ ക്ലൈമറ്റ് ആണെങ്കിലും ആ ലെവലിൽ ഇപ്പൊ പ്രളയം മറ്റ് അല്ലെ എന്തും സംഭവിക്കാവുന്ന ഒരു കാലമാണ്. അതാണ് ബി എന്ന് പറയുന്നത്. എ എന്ന് പറയുന്നത് ആങ്ഷ്യസ് അല്ലേ, ആങ്ഷ്യസ് അല്ലേ. അതായത് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, എല്ലാവരും എന്താ പറയാ ഭയങ്കര പലതരം സ്ട്രെസ്സിലൂടെ അല്ലെങ്കിൽ പലതരം ആങ്സൈറ്റിയിലൂടെ കടന്നു പോകുന്ന ഒരു കാലമാണ്. ഐ മീൻ ഈവൻ ജോബിന്റെ കാര്യത്തിലാണെങ്കിലും റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാണെങ്കിലും അല്ലെ, അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ആങ്സൈറ്റികളുടെ ഒരു കാലമാണ് ഉള്ളത്. പിന്നെ നോൺ ലീനിയർ എന്നാണ് പറയുന്നത്. നോൺ ലീനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ അതായത് ഒരു കൃത്യമായ പാതയിലൂടെ അല്ല, വെച്ചാല് ചെറിയ കാര്യങ്ങള് അത് പിന്നെ അതിന് വലിയ ഇമ്പാക്ട് ഉണ്ടാവുന്നു, വളരെ നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾക്ക്. പക്ഷെ വലിയ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത സംഗതി ഉണ്ടാവും, അതിന് ഒരു ഇമ്പാക്ട് ഉണ്ടാവാത്ത ഒരു കാലത്താണ് നമ്മൾ നോൺ ലീനിയർ എന്ന് പറയാം. പണ്ടത്തെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിലൂടെ എന്താ പറയാ പഠിച്ച് ഇങ്ങനെ അവർക്കാവൂല ചിലപ്പം ഇൻകം വൈസ് നോക്കിയാൽ ചിലപ്പോൾ ഇൻകം അല്ലെ എല്ലാം ഒരു ഡിസോർഡറിന്റെ ഒരു കാലം ആണെങ്കിൽ നമുക്ക് പറയാം. അതാണ് നോൺ ലീനിയർ. പിന്നെ ഐ എന്ന് പറയുന്നത് ഇൻകോംപ്രഹെൻസിബിൾ. അതായത് പിന്നെ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകോംപ്രഹെൻസിബിൾ. അതായത് ഇവിടെ സംഭവിക്കുന്ന പല കാര്യങ്ങളും ഒരു കോമൺ ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിട്ട് അവർക്കത് ഗ്രഹിക്കാൻ അല്ലെങ്കിൽ അതൊന്ന് ഡൈജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പലതരം സംഭവങ്ങളാണ് ഇപ്പോഴത്തെ കാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഡിഫൈൻ ചെയ്യപ്പെട്ട ഒരു കാലത്താണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത്. ഇത് രണ്ട് കാലം തമ്മിൽ വ്യത്യാസം മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് പിന്നെ വൂക്ക വേൾഡ് എന്ന് പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞു മറ്റേ 2015 മുതൽ 2020 വരെയാണ്. അതിന് ശേഷമുള്ളതാണ് നമ്മൾ ബാനിയേജ് എന്ന് പറയാം. ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഉദാഹരണത്തിന് പിന്നെ വൂക്ക വേൾഡില് നമ്മളെന്താണ് പിന്നെ കുറെ ലക്ഷണങ്ങളാണ് കണ്ടിരുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥകളൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് വൂക്ക വേൾഡിൽ ഒരു സാധനം വെച്ചെങ്കിൽ, പിന്നീട് ബാനിയേജിലെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രളയം, ഭൂകമ്പം എന്ന് വെച്ചാൽ അതിന്റെ റിസൾട്ട് കാണുന്ന കാലം എന്ന് പറയുന്നതാണ് ബാനിയേജ്. അപ്പോൾ AI റവല്യൂഷൻ അതിന്റെ ഒക്കെ ഒരു തുടക്കം, അതിന്റെ ലക്ഷണങ്ങള്, അങ്ങനെ പല പല മേഖലകളിലും അതിന്റെ റിസൾട്ടുകൾ, അതിന്റെ ഒരു എഫക്റ്റ് കാണുന്നത് ബാനിയേജിലാണ്. നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ തന്നെ ഇപ്പൊ നമ്മുടെ ക്ലൈമറ്റിന്റെ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ പറയുന്നതൊക്കെ ഇതിപ്പോ എന്താ പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ഇന്ന മാസത്തിൽ ഇന്നതാണ് സംഭവിക്കുക, അല്ലെങ്കിൽ ഇന്ന നാളാണ്, അല്ലെങ്കിൽ അങ്ങനെ അല്ലെ മലയാള മാസമാണെങ്കിൽ ഇന്ന മാസത്തിൽ വെയിലുണ്ടാവും, 10 ദിവസം വെയിലെങ്കിൽ 10 ദിവസം വെയിലുണ്ടാവും, അങ്ങനെയാണ്. പക്ഷെ ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കൃഷിയാണെങ്കിൽ പോലും ഒന്നിനെയും പ്രഡിക്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചെയ്യാൻ പറ്റാത്തൊരു കാലമാണ്. അതായത് നമുക്ക് എന്താ എപ്പോഴാ ചെയ്യണ്ടെന്ന് റബ്ബറിന്റെ എക്സാമ്പിൾ പറഞ്ഞിരുന്നല്ലോ. അതെ. അതായത് ഇപ്പൊ ഈ ഒരു ഇപ്പൊ നമ്മുടെ അവിടെയൊക്കെ റബ്ബർ കൃഷിയുള്ള സ്ഥലമാണ്. അപ്പൊ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നവംബർ അല്ലെങ്കിൽ ഡിസംബർ മാസങ്ങളിൽ തണുപ്പ് കൂടുമ്പോൾ നോർമലി നല്ല കൂടുതൽ പ്രൊഡക്ഷൻ, പാലിനൊക്കെ കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാകുന്ന സമയമാണ്, അത്യാവശ്യം ഇൻകം ഒക്കെ എല്ലാവർക്കും കിട്ടുന്ന ഒരു സമയമാണ്. പക്ഷെ ഇപ്പോ ഈ മാസങ്ങളിൽ നമുക്ക് ന്യൂനമർദ്ദങ്ങൾ വരുന്നു, മഴ പെയ്യുന്നു, വെട്ടാൻ പറ്റുന്നില്ല, പാല് കിട്ടുന്നില്ല. അപ്പൊ അതാണ്. അപ്പൊ പണ്ട് പറയുന്നത് ഒരു ഇപ്പോൾ എന്താ പറയാ, ഇപ്പോൾ പ്രത്യേകിച്ചും കൃഷിയൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ച് അവർക്ക് ഇൻകം കിട്ടുന്ന അല്ലെങ്കിൽ അവർക്ക് വിളവെടുക്കുന്നതായിട്ടുള്ള ഒരു പ്രത്യേക മാസങ്ങൾ ഉണ്ടാവും. പക്ഷെ ഇപ്പൊ അതൊന്നും നമുക്ക് എന്തല്ല, ആ ഇൻകമിനെ മാത്രം പഴയ പോലെ നമുക്ക് വിളവ് കിട്ടുന്നില്ല. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് എല്ലാ കാലത്തും. മൊത്തത്തിൽ അങ്ങനെയാണ്, ഒരു പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാലം. അപ്പോ പിന്നെ നമ്മള് ഇങ്ങനെ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്ന് നേരത്തെ പറഞ്ഞല്ലോ, അങ്ങനെ മാറ്റങ്ങൾ പല രീതിക്ക് സംഭവിക്കുന്നുണ്ട്. പക്ഷെ അത് എന്തല്ല നമ്മുടെ സ്കൂൾ സംവിധാനത്തിലോ മറ്റോ എന്തല്ല അത് ഫീൽ ചെയ്യുന്നില്ല, അവിടെ പ്രത്യേകിച്ചൊരു മാറ്റം സംഭവിക്കുന്നില്ല. നമ്മള് ജീവിക്കാനിരിക്കുന്ന ഇനിയും കൂടുതൽ അതായത് ഇപ്പോ കുട്ടികൾ പഠിക്കുന്ന ഈ കുട്ടികൾ എന്ന് പറഞ്ഞാല് 2045 ആ കാലത്തൊക്കെ അവര് ജീവിക്കുന്ന അല്ലെങ്കിൽ അവരുടെ കയ്യിലൂടെ ലോകം പോകുന്ന ഒരു കാലം എന്ന് പറയുന്നത് ഉള്ളതാണ്. അപ്പൊ ആ കാലത്തെ കുറിച്ച് കൃത്യമായ ധാരണ ഇല്ലാത്ത ടീച്ചേഴ്സിനോ പേരൻസിനോ ഒന്നും കുട്ടികൾ എന്ത് ചെയ്യാൻ പറ്റില്ല, കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റൂല എന്നുള്ളതാണ്. അപ്പോ പിന്നെ ഇതിലുള്ള ഈ പ്രശ്നം ഈ കുട്ടികള് പിന്നെ
എന്തുകൊണ്ടാണ് ഈ സ്കൂൾ സിസ്റ്റവും ഒന്നും ചേഞ്ച് ചെയ്യാത്തതിനെ കുറിച്ച് നമ്മൾ പലപ്പോഴും ആലോചിക്കുന്നുണ്ട്. അതായത് ഈ ചേഞ്ച് ഒക്കെ തന്നെ എനിക്ക് തോന്നുന്നു ഈ സിസ്റ്റം റൺ ചെയ്യുന്ന ആൾക്കാർ തന്നെ അതും ഇപ്പൊ പറഞ്ഞ ഇൻകോംപ്രഹെൻസിബിൾ ആണ്. അവരത് മനസ്സിലാക്കിക്കൊണ്ട് അവരത് ആദ്യം ഒന്ന് ഇതെന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് എന്നുള്ള. അപ്പോൾ അത് സംഭവിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ആലോചിക്കണം അല്ലെ. ഇപ്പൊ ക്ലൈമറ്റ് ചേഞ്ചും ടെക്നിക്കലൊക്കെ ആണെങ്കിലും ഇനി വരുന്ന കുട്ടികൾ അതിനെ എങ്ങനെ സർവൈവ് ചെയ്യണം. അപ്പം നമ്മുടെയൊക്കെ വീട്ടിൽ പേരൻസ് ഒക്കെ പറയുന്നേക്കുന്നുണ്ട് നമ്മുടെ മക്കളൊക്കെ കൊച്ചുമക്കളൊക്കെ വളർന്നു വരുമ്പോൾ എന്തായിരിക്കും ഈ ലോകത്തിന്റെ അവസ്ഥ, ഇപ്പൊ ചൂട് മഴ അങ്ങനെ അല്ല എല്ലാ രീതിയിലും പറയുന്നുണ്ട്. അപ്പൊ ഈ കുട്ടികളെ എന്തിലേക്കാണ് നമ്മൾ തയ്യാറാക്കണം, അല്ലെങ്കിൽ എന്തിലേക്കോ അതേ കുറിച്ച് സ്റ്റഡി ചെയ്യാനുള്ള ടൈം പോലും ടീച്ചേഴ്സിന് കിട്ടുന്നില്ല. കാരണം ഞങ്ങള് പിന്നെ പഠിപ്പിക്കുന്ന കുട്ടികള് വരും കാലത്ത് അവരുടെ ഓപ്പർച്യൂണിറ്റി എന്താണ് എന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ ആ കാലത്ത് ഇപ്പൊ പഠിപ്പിക്കുന്ന ഈ സ്കില്ലുകൾ ആ കുട്ടികൾക്ക് ആവശ്യമുണ്ടോ എന്നുള്ള ഇതിനെ കുറിച്ച് കൃത്യമായ ഗവേഷണങ്ങൾ നടക്കണം. അങ്ങനെ ഗവേഷണങ്ങൾ നടന്നാൽ മാത്രമേ ഉള്ളൂ കുട്ടികളെ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ടീച്ച് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അതിനുള്ള സമയം എന്തില്ല, അവർക്ക് കിട്ടുന്നില്ല. ഇപ്പൊ നമ്മുടെ ഒരു ചുറ്റുപാട് ഇപ്പൊ അത്ര ഇപ്പൊ പറയുന്ന പോലെ ബാംഗ്ലൂരോ അല്ലെങ്കിൽ ഡൽഹിയോ അല്ലെങ്കിൽ കൊച്ചിയൊന്നും പോലെ അത്രയും അങ്ങനെയുള്ളൊരു മീൻ എല്ലാ തരത്തിലും കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അല്ല, ഒരു സാധാരണ ഒരാൾക്കാരെ സംബന്ധിച്ചിടത്തോളം എന്താ പറയാ, അവർക്ക് ഇതിലേക്കൊക്കെ കിട്ടുന്ന എക്സ്പോഷർ ഇപ്പൊ ഈവൻ ടീച്ചേഴ്സിനാണെങ്കിൽ പോലും അവർ പറയുന്നത് നമുക്ക് പോർഷൻ തന്നെ പഠിപ്പിച്ച് തീരാൻ പറ്റുന്നില്ല, പിന്നെ അല്ലേ ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത്. പലപ്പോഴും ഈ പിന്നെ ഇപ്പോഴത്തെ കാലത്ത് ശരിക്കും AI എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ആയിട്ട്, ഒരു കോർ സബ്ജക്റ്റ് ആയിട്ട് വരേണ്ട ഒരു സംഗതിയാണ്. പക്ഷെ ഉള്ള സിലബസ് തീർക്കാൻ സമയം അതിന്റെ ഇടയിലാണോ ഇത് എന്നാണ് ചോദിക്കുക. ശരിക്കും ഇത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ആ എടുക്കുന്ന സമയം ഒരു കൊല്ലം പഠിപ്പിക്കേണ്ടത് ഒരാഴ്ച കൊണ്ട് പഠിപ്പിക്കാൻ പറ്റും കുട്ടികളെ. അതാണ് അപ്പൊ നമ്മുടെ ഈ ടീച്ചേഴ്സിനാണെങ്കിലും ഈവൻ കുട്ടികളുടെ പേരൻസ് ആണെങ്കിൽ പോലും ഇതിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് ചേഞ്ച് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു വേൾഡിൽ നടക്കുന്നുണ്ട് എന്നുള്ളൊരു ഇൻഫർമേഷൻ അവർക്ക് ആക്സസിബിൾ ആവുന്നില്ല. ഇതൊരു പ്രശ്നമാണ്. പിന്നെ ഈ സൊസൈറ്റി ലാഗ് എന്ന് പറയുന്ന സംഗതി, അതായത് ടെക്നോളജി വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കും. പക്ഷെ ഇപ്പോൾ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ സിലബസും കാര്യങ്ങളൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ ഒരു 15-20 വർഷം, 10 മുതൽ വർഷം എന്തായാലും എടുക്കും. പിന്നെ ഒരു ടെക്സ്റ്റ് ബുക്ക്, അതിന്റെ കമ്മിറ്റി, അതിന്റെ അപ്രൂവല്, അതുമാത്രമല്ല അതിന്റെ കൂടെ പൊളിറ്റിക്സും കൂടി ചേരുമ്പോൾ ഈ ഭയങ്കരമായിട്ട് ലാഗ് ചെയ്യും, കുറച്ച് ടൈം എടുക്കും. അപ്പൊ ഗവൺമെന്റുകളും അതുപോലെ തന്നെ പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ ഈ ഒരു ലാഗ് ഉണ്ടായിരിക്കും. അപ്പോൾ പിന്നെ പക്ഷെ ടെക്നോളജി അങ്ങനെയല്ല. ടെക്നോളജി ആഴ്ചകൾക്കകം, ദിവസങ്ങൾക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അത്ര സ്പീഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, ടെക്നോളജി മാറുന്നുണ്ട്. അപ്പോൾ ഒരു സൊസൈറ്റി ലാഗ് എന്താണ് സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ കൃത്യമായി എന്താണ് ഈ ഒരു ലാഗ് ഇങ്ങനെ വരുമ്പോൾ കുട്ടികൾക്ക് എന്ത് ചെയ്യും, മൊത്തത്തിൽ കുട്ടികൾ ടെക്നോളജിയും അതിന്റെ സ്പീഡും കാണുന്നു, ഇതിന്റെ ഒരു ലാഗും കാണുന്നു. അപ്പോൾ രണ്ടും തമ്മിൽ ഒരു മിസ്മാച്ച് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സാധനം. അത് ഒരു സമയത്ത് പറയാം, അതായത് ഇപ്പോഴത്തെ ഒരു കുട്ടികൾ അവരിപ്പം ഒരു കിൻഡർ ഗാർട്ടൻ അല്ലെങ്കിൽ LKG പോകുന്നത് വരെ അവര് ഈ യൂട്യൂബിലായിട്ടും പലതരം വീഡിയോസ് ആണ് ഇവർ കാണുന്നത്. അപ്പൊ നമ്മള് കുട്ടികളെ പഠിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറെ നല്ല കളർഫുൾ ആയിട്ട് ഇപ്പൊ ബ്ലിപ്പി എന്നൊക്കെ പോലുള്ള ചാനലുകളുണ്ട്. അപ്പൊ അതിലൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര കളർഫുൾ ആണ്. ഇതൊക്കെ ഇതിനകത്ത് ഈ എന്താ പറയാ വിഷ്വൽസും ഈ വീഡിയോസും ഒക്കെ കണ്ടിട്ട് കുട്ടികൾ നേരെ ചെല്ലുമ്പോൾ നോർമൽ ഒരു സ്കൂൾ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് സ്കൂൾ അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയി അവിടെ ഇപ്പോഴും എന്താണ് മെമ്മറി ടെസ്റ്റ് നടക്കുന്നത്. കുട്ടികളുടെ മെമ്മറി ടെസ്റ്റ് പഠിപ്പിക്കുന്ന രീതിയാണെങ്കിലും ബുക്കാണെങ്കിലും ക്ലാസ് റൂം ഒക്കെ ആണെങ്കിലും ഒരു കളർലെസ് വേൾഡിലേക്ക്. അപ്പൊ കുട്ടികൾക്ക് അവിടെ ഇരിക്കാൻ മടി, അത് കാണാൻ അതിലും രസമായിട്ടുള്ള സാധനങ്ങളാണ് ഇവർ ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഇതില് പിന്നെ ഇങ്ങനെ വരുമ്പോ അത് കുട്ടികളെ എഫക്ട് ചെയ്യുമെന്നുള്ളതാണ് നമ്മുടെ ഒരു സംഗതി. പറഞ്ഞാല് പിന്നെ അത്ര ആപ്റ്റ് അല്ലാത്ത അല്ലെങ്കിൽ അത്ര അപ്ഡേറ്റ് അല്ലാത്ത ടീച്ചേഴ്സ്, കുറച്ച് പാരന്റ്സിനെങ്കിലും കുറച്ച് സംഗതി ഉണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് അത് കിട്ടും. പക്ഷെ പാരന്റ്സും അതുപോലെ ടീച്ചേഴ്സും ഒക്കെ അത്ര അപ്ഡേറ്റ് അല്ല എങ്കിൽ സ്വാഭാവികമായിട്ട് അത് കുട്ടികളെ ബാധിക്കൂലേ. കാരണം ഈ കുട്ടികൾ വേറെ ഏതോ കാലത്ത് ഒരു 10-20 വർഷം കഴിഞ്ഞ് വരേണ്ട ഈ കുട്ടികളാണ്. അവർക്ക് ആ കാലത്ത് സർവൈവ് ചെയ്യാൻ എന്ത് ചെയ്യാം, ഈ കുട്ടികൾക്ക് ഇപ്പൊ കിടക്കുന്ന ടീച്ചേഴ്സ് അത്ര അപ്ഡേറ്റ് അല്ലെങ്കിൽ അത് അവരെ ബാധിക്കുമെന്ന് പലപ്പോഴും അല്ലേ, ശരിക്കും എന്തായാലും ബാധിക്കുമല്ലോ. അത് ഒന്നാമത്തെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കുറെ സ്കില്ലുകളിലാക്കി, അതായത് എങ്ങനെയാണ് ഇവിടെ സർവൈവ് ചെയ്യുന്നത്. ഈ കാലത്ത് ജീവിക്കാൻ കുട്ടികൾക്ക് വേണ്ട, ഇപ്പൊ കുട്ടികൾക്ക് ഡിവൈസ് സ്പീഡിൽ എന്ത് ചെയ്യും, അവർക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ എന്തല്ല ടെക്നോളജി അവർ പഠിക്കും, പക്ഷെ അതിന്റെ കോൺസിക്വൻസസ് എന്ത് ചെയ്യില്ല, പെട്ടെന്ന് അവർക്ക് കിട്ടൂല. അത് പറഞ്ഞു കൊടുക്കേണ്ട ആൾക്കാർ ശരിക്കും പാരന്റ്സും ടീച്ചേഴ്സും ആണ്. അത്
പറഞ്ഞു കൊടുക്കണമെങ്കിൽ ആദ്യം ഈ വേൾഡ് എന്താണെന്ന് അവർക്ക് മനസ്സിലാവണം എന്നുള്ളത്. ഈ AI ഒക്കെ നമ്മളൊക്കെ ഇങ്ങനെ കേട്ട് വരുന്ന സമയത്ത് തന്നെ, അതായത് ഞാൻ കുറച്ചു കാലം വർക്ക് ചെയ്തത്, അപ്പോൾ ഞാൻ കോളേജിൽ വർക്ക് ചെയ്തിരുന്ന ഒരു സമയത്ത് കുറച്ച് നാള് ഈ ChatGPT ഒക്കെ ഇറങ്ങി കുട്ടികൾ അത് പ്രൊജക്റ്റിലേക്കും അസൈൻമെന്റിലേക്കൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയ ഒരു സമയമാണ്. അപ്പം ആ സമയത്ത് ഒരു കുട്ടി വർക്ക് ചെയ്തുകൊണ്ട് വന്നതാണ്. അപ്പം ഇവരത് യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ആ ആർട്ടിക്കിൾ നമ്മളെടുത്ത് വായിക്കുമ്പോൾ അതിൽ ഇവർ എഴുതിയിരിക്കുന്നത് ഈ ChatGPT-യിൽ കോപ്പി പേസ്റ്റ് ചെയ്യാണ്. അറ്റ്ലീസ്റ്റ് അത് നോക്കി ടൈപ്പ് ചെയ്യുക പോലും അല്ല കുട്ടികൾ ചെയ്യുന്നത്, അതിനകത്ത് അടിച്ചു കൊടുക്കുന്നു, അത് അങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. അതിൽ ഹിയർ ഇസ് ദ റിവൈസ്ഡ് വേർഷൻ യു ആർ ആസ്ക്ഡ് ഫോർ എന്നുള്ള ആ സെന്റൻസ് അടക്കം കുട്ടികൾ കോപ്പി ചെയ്ത് പ്രിന്റ് ചെയ്ത് നമുക്ക് കൊണ്ടുതരാണ്. അതായത് കുട്ടികൾക്ക് ഈ സാധനം യൂസ് ചെയ്യണം. ഓഫ് കോഴ്സ് ഇതെല്ലാം കുട്ടികൾ യൂസ് ചെയ്യണം. പക്ഷെ അത് എങ്ങനെയാണ്, ഒരിക്കലും നമ്മളെ റീപ്ലേസ് ചെയ്യുന്ന പോലെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ടെക്നോളജിനെ യൂസ് ചെയ്യാൻ പാടില്ല. അറ്റ്ലീസ്റ്റ് ഒരു വായിച്ചു നോക്കാം. ഇപ്പൊ ഈ AI ലിറ്ററസി എന്ന് പറയുന്ന സാധനം, അപ്പൊ AI-നെ വെച്ചിട്ട് എങ്ങനെ പിന്നെ സുന്ദരമായി പഠിക്കാം, വേഗത്തിൽ പഠിക്കാം എന്നുള്ളൊരു സാധനമാണ് കുട്ടികൾക്ക് കിട്ടേണ്ടത്. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ടീച്ചേഴ്സ് എന്ത് ചെയ്യേണ്ടി വരും? നമ്മളാദ്യം ടീച്ചേഴ്സ് അല്ലെങ്കിൽ പേരൻസ് നമ്മൾ അറിയണം ഇന്ന ഡിവൈസ് അല്ലെങ്കിൽ ഇന്ന ടൂൾ ഉണ്ട്, ഈ ടൂളിനെ നമുക്ക് ഇങ്ങനെ എത്തിക്കലായിട്ട് ഉപയോഗിക്കാം. അത് മാത്രമല്ല, ഏത് ലോകത്തേക്കാണ് ഈ കുട്ടികളെ കൊണ്ടുപോകേണ്ടത് ഇതിനെ കുറിച്ചിട്ട് ആർക്ക് ധാരണ വേണം? നമുക്ക് അത് ടീച്ചേഴ്സിനും പാരന്റ്സിനും ധാരണ വേണം. ഇനി വരാൻ പോകുന്ന ഒരു കാലം എന്താണ്, അവരുടെ ഓപ്പർച്യൂണിറ്റി എന്താണ് എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ. അത് കൃത്യമായിട്ട് ധാരണ ഇല്ലെങ്കിൽ കുട്ടികളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഗൈഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതില് പിന്നെ ഈ കാലത്ത് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് എനിക്ക് ഫീൽ ചെയ്ത ഒരു സാധനം പിന്നെ അപ്ഡേഷൻ ഇല്ല എന്നുള്ളതാണ്. ഇപ്പൊ ഏതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ചക്രം കണ്ടുപിടിച്ചു, ചക്രം കണ്ടുപിടിച്ച ആ ചക്രത്തെ കുറിച്ച് പഠിക്കാത്ത ആളുകൾ എന്താണ് സാധനം വലിച്ച് ഉന്തിക്കൊണ്ട് പോവുകയാണ്. അപ്പൊ എന്താ, അവർക്ക് ചക്രത്തെ കുറിച്ച് പഠിക്കാൻ സമയമില്ല. അപ്പോ എനിക്ക് അതിനെ കുറിച്ച് പഠിക്കാനോ സംഗതി അറിയാനോ സമയമില്ല എന്നും പറഞ്ഞിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ ചക്രം ഉണ്ടെങ്കിൽ ഇയാൾക്ക് എത്രയോ സ്പീഡിൽ ഈ സാധനം എന്ത് ചെയ്യാൻ പറ്റും, കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഇതില് പിന്നെ ഇങ്ങനത്തെ കാലം എന്താണ് എന്നും പിന്നെ അതിനെ എങ്ങനെ, അതിന്റെ പ്രശ്നങ്ങൾ എന്താണ് എന്നും ഒക്കെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ആവുക. ഇതിലെ പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ടീച്ചേഴ്സും അറിവ് ഈ പറയുന്ന പോലെ നമുക്കിപ്പം നമുക്ക് കിട്ടുന്നത് തൊട്ടടുത്തുനിന്ന് കിട്ടിക്കോണമെന്നൊന്നുമില്ല. എവിടെ നിന്നാണോ നമുക്ക് ഇതിനെപ്പറ്റി കിട്ടുന്നത്, എന്താണ് ലോകം. കുട്ടികള് കാര്യങ്ങൾ പഠിക്കുന്നൊക്കെ എവിടുന്ന, ഓൺലൈനിൽ നിന്നാണ് അല്ലെ. അപ്പോ ഓൺലൈനിൽ നിന്നുള്ള അറിവ് കൃത്യമാണോ, അതാ അവരത് കൺസ്യൂം ചെയ്യുന്ന കാര്യങ്ങള് അവർക്ക് ഇത് കൺസ്യൂം ചെയ്യാനേ അറിയുള്ളൂ, ഇതിന്റെ വേർതിരിച്ച് ഒന്നും അവർക്ക് അറിയില്ലല്ലോ. അപ്പൊ അത് കൃത്യമായിട്ട് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനും ഗൈഡ് ചെയ്യാനും ഒക്കെ അപ്പൊ കുറെ കൂടി അധ്യാപകര് പിന്നെ ഒന്നും നമുക്ക് ഇപ്പൊ ചിലപ്പം ചിലർ പറയും കുട്ടികൾ ഭയങ്കരമായിട്ട് ടെക്നോളജീസ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളുണ്ട്, നമ്മൾ അവരുടെ ഒപ്പെങ്കിലും എത്താൻ വേണ്ടിട്ട് കോൺഷ്യസ്ലി നമ്മൾ എത്തിയിട്ടും കാര്യമില്ലല്ലോ. കുട്ടികളെ ഗൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറെ കൂടി തന്നെ ശരിക്കും. അപ്പൊ അതില് റിസർച്ച് നടക്കണം. പിന്നെ എന്താ സമാന്തരമായിട്ട് ഒന്ന് രണ്ട് വ്യക്തികൾ എന്നുള്ള നിലക്കൊക്കെ പല വഴിക്കും നമ്മളിങ്ങനെ കാണും. ഒരു ഈ പുതിയ മെത്തേഡ് നമ്മുടെ ഈ ഡിസ്കഷനിൽ അവസാനം എത്തിയൊരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ നല്ല പെട്ടെന്ന് പിന്നെ എന്താണ് ഈ മേഖലയിൽ ഒരു മാറ്റം ശരിക്കും വരേണ്ടതായിട്ടുണ്ട്. കാരണം അധ്യാപകർക്ക് അത് എന്താണ് ലോകത്ത് സംഭവിക്കുന്നത് പഠിക്കാനുള്ള സമയം കിട്ടണം. അവരത് അതിനൊരു നല്ലൊരു പ്രയോറിറ്റി കൊടുത്ത് പഠിക്കണം. അത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ എന്താണ് അതൊരു അടിമുടി ഒരു മാറ്റം ശരിക്കും വേണ്ടതുണ്ട്. അല്ലെങ്കിൽ നമ്മള് പിന്നെ സാധാരണ പറയും പിന്നെ ഇപ്പോഴത്തെ കുട്ടികള് പിന്നെ ഒട്ടും ഭാഗ്യമില്ലാത്ത കുട്ടികളാന്നൊക്കെ പറയും. കാരണം എന്താ, അവരെ പഠിപ്പിക്കുന്നത് അപ്ഡേറ്റ് ചെയ്യാൻ തയ്യാറില്ലാത്ത നമ്മളാണല്ലോ എന്ന് പറയുന്നത്. അപ്പോ അത് ശരിക്കും നമ്മൾ കുട്ടികളോട് ചെയ്യുന്ന വലിയൊരു തെറ്റാണ്. കാരണം പക്ഷെ എത്ര എന്താ സാധ്യതകളുടെ ഒരു കാലത്ത് അതിനെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പഴയ മെത്തേഡുകൾ, ഇപ്പോഴും പഴയ മെത്തേഡ് തന്നെ യൂസ് ചെയ്യും. കാരണം ആളുകൾക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഒരു മടി ഉണ്ടാവും. കാരണം അങ്ങനെയാണല്ലോ, അങ്ങനെ ശീലങ്ങളിലൂടെ അങ്ങനെ കടന്നു പോകാൻ എന്താണ് മൊത്തത്തിൽ ഇപ്പൊ ഒരു സിസ്റ്റം ചേഞ്ച് ചെയ്യലെന്നൊന്നും പറഞ്ഞാൽ ഈസി ആയിട്ടുള്ള കാര്യമല്ല. അല്ല, മാറാന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര പാടുള്ള കാര്യമാണ്. കുറച്ച് ഇതാണ് ഇങ്ങനെ അതങ്ങനെ അങ്ങനെ പോവാനായിരിക്കും എല്ലാവർക്കും ഇഷ്ടം എന്ന് പറഞ്ഞു. അപ്പൊ ഈ മേഖലയിൽ കൃത്യമായിട്ടൊരു പഠനം നടക്കണം, പിന്നെ റിസർച്ച് നടക്കണം. കാരണം അത് നമ്മുടെ കുട്ടികൾ, കാരണം അത്രയും പൊട്ടൻഷ്യൽ ഉള്ള കുട്ടികളാണ്. പിന്നെ അവർക്ക് ഒരുപാട് കാര്യം വളരെ പെട്ടെന്ന് തന്നെ, കാരണം പഴയ മെത്തേഡ്, കാരണം ഇപ്പൊ നമ്മള് നോക്കാം എല്ലാ കുട്ടികളെയും പിന്നെ പേഴ്സണലൈസ്ഡ് ലേണിങ്ങിന്റെ കാര്യമാണ് ഒരു കാലമാണല്ലോ. പക്ഷെ എന്താ ഇപ്പോഴും എല്ലാ കുട്ടികളും ഒരേ രീതിയിൽ കണ്ടിട്ടാണ് അവരെ എന്ത് ചെയ്യാന്നുള്ളത്. അപ്പൊ അതില് കൃത്യമായ റിസർച്ച് നടന്ന് പിന്നെ കുട്ടികൾക്ക് പറ്റിയ രീതിയിലുള്ള ഒരു പരിഷ്കരണങ്ങളും കാര്യങ്ങളും വന്നാലും മാത്രമേ ഉള്ളൂ പിന്നെ നമുക്ക് നമ്മുടെ കുട്ടികളുടെ ഇപ്പോഴത്തെ ഈ കപ്പാസിറ്റി കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റൂ എന്നാണ് പിന്നെ അതിൽ സംഗതി എന്നുള്ളത്. അപ്പോൾ
ഇത്രയും കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. പിന്നെ മെയിനായിട്ട് പറഞ്ഞത് നമ്മുടെ വേൾഡ് ചേഞ്ചിങ് കാര്യങ്ങളാണ്. ചേഞ്ച് ചെയ്യുന്ന സംഗതികൾ വേൾഡിലാണ് നമ്മളിപ്പോ ഉള്ളത്. അത് കാലത്തിന്റെ മാറ്റം കൃത്യമായിട്ട്, കാരണം സാധാരണ നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗതി കെട്ടാലേ അപ്ഡേറ്റ് ആവുന്നില്ല. അപ്പൊ നമ്മുടെ ഇതുണ്ടല്ലോ, നമ്മൾ ഓൺലൈൻ മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴാണ് തുടങ്ങുന്നത്? കോവിഡ് വരേണ്ടി വന്നു അല്ലെ? അതിനു മുമ്പുള്ള സാധ്യതകളായിരുന്നു അത്. പക്ഷെ കോവിഡ് വന്ന് മനുഷ്യർക്ക് പുറത്തിറങ്ങാൻ പറ്റാണ്ടായി. അങ്ങനെ ഗതി കെട്ടപ്പോ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ലാത്തപ്പോ മാത്രമാണ് നമ്മൾ പൊതുവെ അപ്ഡേറ്റ് ചെയ്യാന്നുള്ളത്. അത് ശരിക്ക് മാറണം എന്നുള്ള സംഗതിയാണ് പറയാനുള്ളത്. അല്ലേ? അത്ര ഇത് പറയാനുള്ളൂ. ശരി, എന്നാ താങ്ക് യു.